സെമിയിൽ സൂപ്പർ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിന്. കാർലോസ് അൽക്കറാസ് ആണ് എതിരാളി. വനിതകളിൽ അരീന സബലങ്കയും സെമിയിലേക്ക് മുന്നേറി. ലോകമെമ്പാടുമുള്ള ടെന്നീസ് ആരാധകർക്കായി US ഓപ്പൺ സെമി ഫൈനൽ കാത്തുവെക്കുന്നത് ക്ലാസിക് പോരാട്ടങ്ങൾ. ലോക ടെന്നീസിന്റെ ഇതിഹാസവും യുവരാജകുമാരനും സെമിയിൽ ഏറ്റുമുട്ടും. അമേരിക്കൻ താരം ടൈലർ ഫ്രിറ്റ്സിനെ പവർ ഗെയിം കൊണ്ട് തോൽപ്പിച്ചാണ് ജോക്കോ സെമി ഉറപ്പിച്ചത്. ടൈലർ ഫ്രിറ്റ്സിനെതിരെ 4 സെറ്റ് നീണ്ട മത്സരത്തിൽ ആദ്യ 2 സെറ്റും നേടിയ ജോക്കോ തന്റെ കരുത്ത് തെളിയിച്ചു. ലോക 4-ാം നമ്പർ താരത്തിന്റെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തി യുവ പോരാളിയുമായുള്ള പോരാട്ടത്തിന് തയ്യാറെന്ന് ജോക്കോ പ്രഖ്യാപിച്ചു. ചെക്ക് റിപ്പബ്ലിക് താരം ലെഹക്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് വീഴ്ത്തിയാണ് അൽക്കറാസ് സെമിയിലെത്തുന്നത്. യുവതാരങ്ങൾ തമ്മിലുള്ള പോരാട്ടം കടുക്കുമെന്ന് കരുതിയെങ്കിലും തുടക്കം മുതലേ തന്റെ പ്രതിഭ തെളിയിക്കുന്ന പ്രകടനമാണ് ക്വാർട്ടറിൽ അൽക്കറാസ് നടത്തിയത്. 6-4, 6-2, 6-4 എന്നിങ്ങനെയായിരുന്നു പോയിന്റ് നില. പ്രതിഭ കൊണ്ട് ഇതിഹാസങ്ങളെ പോലും ഞെട്ടിക്കുന്ന അൽക്കറാസിന് സെമിയിൽ പ്രതീക്ഷയേറെയാണ്. 2023 US ഓപ്പണിന് ശേഷം ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം പോലുമില്ലാത്ത നിരാശയിലാണ് ജോക്കോവിച്ച്. പിന്നീട് യുവതാരങ്ങളായ കാർലോസ് അൽക്കറാസും യാനിക് സിനറും ഗ്രാൻഡ് സ്ലാം വാരിക്കൂട്ടിയപ്പോൾ 25 ഗ്രാൻഡ് സ്ലാം എന്ന സ്വപ്ന നേട്ടം അകലെയാകുമെന്ന് എല്ലാവരും കരുതി. ഇത്തവണ പരിക്കിന്റെ പിടിയിലായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ജോക്കോയുടെ മുന്നേറ്റം. ഏറ്റുമുട്ടിയ 8 മത്സരങ്ങളിൽ 5ലും ജയിച്ച ജോക്കോയാണ് കണക്കുകളിൽ മുന്നിൽ. 3 മാത്രമാണ് അൽക്കറാസിന് ജയിക്കാനായത്. ഈ സെമിയിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇരുവരും പ്രതീക്ഷിക്കുന്നുമില്ല. സെപ്റ്റംബർ 5-ാം തീയതി ആർതർ അഷേ സ്റ്റേഡിയത്തിൽ ഇരു താരങ്ങളും റാക്കറ്റ് ഏന്തുമ്പോൾ പുതിയൊരു ചരിത്രത്തിന് വിസിൽ മുഴങ്ങും. US ഓപ്പണിൽ വനിതകളുടെ സെമിയിലും കനത്ത പോരാട്ടമാണ്. വാൻഡ്രൂസോയ്ക്ക് പരിക്കേറ്റതോടെ ലോക 1-ാം നമ്പർ താരം അരീന സബലങ്കയും അവസാന 4-ൽ സീറ്റുറപ്പിച്ചു. കഴിഞ്ഞ 12 ഗ്രാൻഡ് സ്ലാം സെമികളിൽ 11 തവണയാണ് സബലങ്ക സെമിയിലെത്തിയത്. ഇത്തവണ സെമി ഉറപ്പിച്ച താരം കിരീട നേട്ടത്തോടെ മടങ്ങുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.